ഡൽഹിയിൽ വെച്ച് ഫെബ്രുവരി 11-ാം തീയതി ഡൽഹിയിലാണ് ഞാനെന്നും ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് ഞങ്ങൾ മേടിക്കത്തുള്ളൂ. അഖിൽ 2020 വന്നെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് മേടിക്കൂ. കാര്യം കൊട്ടാരക്കരയിൽ അവർക്ക് ആളില്ല. കൊട്ടാരക്കരയിൽ നല്ല ഒരിടത്ത് അവർക്ക് ആളില്ല എന്നുള്ളത് പിന്നീട് ഞാൻ തൃക്കാക്കര വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഈ സീറ്റ് ഉറപ്പ് പറയുന്നു. ഫെബ്രുവരി 15-നാണോ ശിവരാത്രി നോക്കണം, 15-ഓ 16-ഓ ആണ്. ഞാൻ തലേ ദിവസം എൻ്റെ നാട്ടിൽ ശിവരാത്രി ഉത്സവമാണ്. തലേന്ന് ഞാൻ പോകുമ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ശിവരാത്രിയുടെ വന്നതിന് ശേഷം ഞാൻ പറയുന്നു ഐ സ്റ്റാർട്ടഡ് മൈ ക്യാമ്പയിൻ എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം രശ്മി BJPയിലേക്ക് വരാൻ പോകുന്നു എന്നൊരു തീരുമാനം ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു, രശ്മി ഇങ്ങനെ വരുന്നുണ്ട്, നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയക്കാരെ കണക്ക് 10 അഭിപ്രായം പറയുന്ന ഒരാളല്ല. അഖിൽ അങ്ങനെ കൂടെ എന്നെ വിളിച്ചിട്ട് കൊട്ടാരക്കര സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് മനസ്സിലായി. ഞാൻ പിന്നീട് ഫെബ്രുവരി 19-നോ മറ്റോ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. നേരിട്ട് കണ്ട സമയത്ത് ഓഫീസിൽ നിന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം കാരണം പുള്ളിക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020ലേക്ക് പോകുന്നത് തന്നെ. കാര്യം എനിക്ക് ഇപ്പം BJPയുടെ വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJPയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല, അതിനെ ഞാൻ പിന്തുണ സംസാരിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. പക്ഷേ ഇതിനെ തുടർന്ന് എനിക്ക് വരുന്ന സൈബർ അറ്റാക്ക് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് അറിയാം. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിനെല്ലാം മറുപടി കൊട്ടാരക്കര വഴി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിചാരിച്ചു അഖിൽ പത്തനാപുരത്താണെന്നൊക്കെയാണ് ഞാൻ കരുതിയതെന്ന് ഇങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു സാറേ, ഇതാണ് അവസ്ഥ, എൻ്റെ സാഹചര്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പരിഹരിക്കാം. അന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രതീഷ് വിശ്വനാഥ് ഉണ്ടായിരുന്നു. പ്രതീഷ് വിശ്വനാഥിനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്നെ കൊണ്ട് കുഴി ചാടിക്കരുത്, എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കരുത്, എന്താ അഖിലിന് മാന്യമായ അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. അങ്ങനെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് RSSൻ്റെ മുതിർന്ന നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ട് എൻ്റെ വിഷമങ്ങൾ ഞാൻ അവരോട് പറയുന്നു. അപ്പോൾ അവർക്കും യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം സാബു ജേക്കബും ഇങ്ങനൊരു ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം എന്തായാലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാര്യം അവർ രശ്മിക്കും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ രശ്മിയെ കൊട്ടാരക്കര മത്സരിപ്പിക്കുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ മറ്റേതെങ്കിലും ഒരു മാന്യമായ സ്ഥലത്ത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയം വരെയും 2020 ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് സാബു ജേക്കബിനോട് ചോദിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ സീറ്റ് 2020 അല്ല എന്നുണ്ടെങ്കിൽ ഇനി തൃക്കാക്കര സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങണം. കാര്യം ഒരു 10,000-ഓളം വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ പല ഫ്ലാറ്റുകളിലെയും പല കെയർടേക്കർമാരെയും മാനേജേഴ്സിനെയും കണ്ടിട്ട് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരോട് നിശബ്ദമായിട്ട് ഞാൻ പറയാം, തൃക്കാക്കരയിലാണ് ഇനി അവസാനം ഞാൻ മത്സരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് നേരത്തെ മാക്സിമം നമ്മളിലേക്ക് ആൾക്കാരെ കൂട്ടാം, സംഘടന പ്രവർത്തനം നടത്താം. ഇയാൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇതിങ്ങനെ നീണ്ടു പോയി. തൃപ്പൂണിത്തുറ സീറ്റിൻ്റെ കാര്യം ഞാൻ RSS നേതാക്കന്മാരെ കാണാൻ പോയ ദിവസം, ഞാൻ അവിടെ കാണാൻ പോകുന്ന അറിഞ്ഞ ദിവസം ഇങ്ങനെ അവിടെ ഓടി പിടിച്ചു വന്നു. എൻ്റെ അപ്പുറത്ത് പുള്ളി വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറയിലെ സാധ്യതകൾ ചോദിക്കുന്നു. ഞാൻ സാധ്യതകളും കാര്യങ്ങളും ഞാൻ എഴുതി അയക്കുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് അങ്ങനെ 2020 അലോക്കേറ്റ് ചെയ്യുന്നു. BJP നേതാക്കന്മാർ എന്നോട് പറയുന്നത് അഖില തൃപ്പൂണിത്തുറ സീറ്റ് ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. മാർച്ച് 15-ാം തീയതി എന്നെ വിളിച്ച് പറയുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം എന്നെ വിളിച്ച് പറയുന്നു തൃക്കാക്കര സീറ്റാണ് ഡൽഹിയിൽ നിന്ന് എഴുതി വന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് പൊട്ടനാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഈ ഡൽഹിയിൽ നിന്ന് തൃക്കാക്കര സീറ്റ് എഴുതി വരാൻ വേണ്ടിയിട്ട് ഡൽഹിയിലിരിക്കുന്നവരാണോ 2020 ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? 2020 സീറ്റ് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പണിയല്ലേ BJPക്കുള്ളൂ. അത് നിങ്ങൾക്ക് തന്നു, തൃപ്പൂണിത്തുറ സീറ്റ് നിങ്ങൾക്ക് തന്നു. പക്ഷേ നിങ്ങൾ ആരെ മത്സരിക്കണോ നിങ്ങൾക്കല്ലേ തീരുമാനിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, BJPയുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്തുള്ള മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്? അതെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറയൂ. അല്ല, അത് നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, അത് ഭയങ്കര ഭക്തിപരമായി നിൽക്കുന്ന ആളുണ്ട്, മറ്റേതുണ്ട്. ഞാൻ ചോദിച്ചു, മറ്റേ കാഞ്ചി മഠാധിപതിയോ വല്ല ഞാൻ ചിദാനന്ദപുരി സ്വാമിയാണെന്ന് മത്സരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. അതായത് ഭയങ്കര വേറെ അങ്ങനെ എന്തൊക്കെയാണ് എന്നോട് പറയുന്നത്, എന്തൊക്കെ മരാന്ന് സംസാരിച്ചു. ഇത് കഴിഞ്ഞ് ഈ സീറ്റ് നഷ്ടപ്പെട്ടു, തൃക്കാക്കരയിലാണെന്ന് പറയുന്നു. പിന്നെ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി, ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ചു അന്ന് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എൻ്റെ അടുത്ത് ഇവർക്കാണ്. സാബു ജേക്കബിനോട് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇതിനകത്ത് വന്ന് വെടിവെച്ച് കൊന്നിട്ട് പുറത്തിറങ്ങി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമാണ് നിങ്ങൾ ഒരുക്കിയത്. എന്നെ ഇഷ്ടപ്പെട്ട ഒരു ജനതയെ നിങ്ങൾ എന്നെ വെറുപ്പിച്ചു. നിങ്ങൾ എനിക്ക് പറഞ്ഞ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്നെ പൂർണ്ണാർത്ഥത്തിൽ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തൃക്കാക്കര നമ്മൾ മത്സരിക്കാൻ വന്നു. തൃക്കാക്കര മത്സരിക്കാൻ വരുന്ന സമയത്ത് എന്തുകൊണ്ട് തൃക്കാക്കര മത്സരിച്ചു നിങ്ങൾ ചോദിച്ചാൽ, 140 നിയോജക മണ്ഡലങ്ങളുടെ രാഷ്ട്രീയം അതിഭീകരമായ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ കയറി പറയുകയാണ്, എന്നെ സാബു ജേക്കബ് കൊട്ടാരക്കര സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല.
അവിടെ ഞാനെന്ന് പറയുന്ന വ്യക്തി പരിപൂർണമായും ഇല്ലാതാവും. പിന്നെ ആകെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ തൃക്കാക്കരയിൽ മത്സരിക്കുക. എനിക്ക് എത്ര വോട്ട് നേടിയെടുക്കാൻ കഴിയും ആ വോട്ട് അവിടെ നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്, നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളൊക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തുതരാം ഇങ്ങനെ ചെയ്തുതരാം എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എൻ്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണ സമയം ഉണ്ടായിരുന്നു. പൂർണ്ണ സമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള എൻ്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് ബി ജെ പിക്കാർ ഉള്ളവരെൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ട് കേട്ടോ. ഞാൻ 2020 കാര്യമായി പറയുന്നത്. ബി ജെ പിക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെൻ്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടോണ്ടിരിക്കുന്ന പഴി എന്താ? കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അതിന്റെ അല്ല, എനിക്കൊരു തമാശയായിട്ട് ഞാൻ വിറ്റിട്ടതാണ്. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ? ഒരു വർഷമായിട്ടുള്ളൂ. ഒന്നും തന്നില്ലേ? അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റേതായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എൻ്റെ പോസ്റ്റർ എൻ്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിനു മുമ്പ് ഒരു 5 ലക്ഷം രൂപ എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുത്ത് ചിലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിലിട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചിലവഴിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നിടത്തിന് റൂം എടുത്തു കൊടുത്തു, ഇതിനെല്ലാം ചിലവല്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കുകയല്ലേ? ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ? ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ചിലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചിലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചിലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു തന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറേ വിഷമിക്കണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020 കൊല്ലം ജില്ലാ പ്രസിഡൻ്റായിട്ട് നിങ്ങൾ എന്നെ വെക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഞാൻ 2020 ഒരു സംഘടന ഉണ്ടാക്കാം. ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു മറുപടി, ഒരു റിപ്ലൈ എനിക്ക് കിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം അഖിലേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യൻ്റെ കിഡ്നി ഫെയിലിയറായി. അവൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ CSR ഫണ്ട് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മറുപടി ഇട്ടിട്ടില്ല. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. ഇതേ സമയം നമ്മൾ പുറത്തുനിന്ന് പഴികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും കോടിക്കണക്കിന് രൂപ കിട്ടിയെന്ന പഴി കേൾക്കുന്നു. അപ്പോഴാണ് BJPയുടെ തന്നെ പല നേതാക്കന്മാരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞത് 40 കോടിയോളം രൂപ 2020 BJPയിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ മണ്ഡലത്തിലേക്കും 2020 എത്രയാണ് ചെലവഴിച്ചതെന്ന് ആ മണ്ഡലത്തിലുള്ള ആൾക്കാരോട് ഇനി വ്യക്തിപരമായിട്ട് നിങ്ങൾ പോയി ചോദിക്കേണ്ടി വരും. തൃക്കാക്കര മണ്ഡലത്തിൽ എത്ര ചെലവഴിച്ചെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പം തൃപ്പൂണിത്തുറയിൽ അഞ്ജലിയോട് ഞാൻ തമാശയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, അഞ്ജലി എനിക്ക് പൈസയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അഞ്ജലി എൻ്റെ പൊന്നി ചേട്ടാ, ഇത് നാട് മുഴുവൻ നടന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അഞ്ജലി ആരെങ്കിലും വിളിച്ചോ? അഞ്ജലി ആരും വിളിച്ചില്ല. ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയും നാളായിട്ട് ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഒരാൾ കൂടെ നടന്നിട്ട് പോലും ബിസിനസ്സുള്ള ആളാണ്, അത് കളഞ്ഞിട്ട് നടന്ന ആളാണ്, അയാളുടെ അടുത്തൊരു നന്ദി പറഞ്ഞിട്ടില്ല.